അല്ല അതേപോലെ ഇഷ്ടപ്പെട്ടില്ല. ഒരു കുന്തവും ഇല്ലാത്ത ബാക്ക്. പാളി ഇവിടെ വന്ന് ഈ ലേക്കിന്റെ ഭംഗിയിലും ആസ്വദിക്കാൻ അതും പാളി. എന്താന്നറിയില്ല, എന്തോ ഒരു ദോഷം കൂടിയിട്ടുണ്ട്. നമ്മൾ പിന്നെയും ബാംഗ്ലൂർ അല്ല ബാംഗ്ലൂര്. അതെ, ഒരു ഷോർട്ട് ട്രിപ്പ് ടു ബാംഗ്ലൂർ. എനിക്ക് ലേസ് വേണം, എനിക്ക് ലേസ് വേണം, എനിക്ക് ലേസ് വേണം. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. അമ്മ ഇപ്പൊ തന്നെ എക്സൈറ്റഡ് ആണോ? എനിക്ക് ട്രെയിൻ വേണം, അത്രേ ഉള്ളൂ. എന്റെ പൊന്നോ, ഇവനെയൊക്കെ കൊണ്ട് ട്രെയിനിൽ പോകാൻ എന്നാ പാടാണോ. ട്രെയിനിൽ കയറിയിട്ട് എന്നാ എടുക്കാനാ? ട്രെയിനെ കയറിയിട്ടൊന്നുമില്ല, സ്നാക്സ് ലേസ് എടുത്ത് തിന്നുന്നു, അത്രേ ഉള്ളൂ. ഒന്ന് ഉറങ്ങി കിട്ടുന്നിടം വരെ ഒരു സമാധാനവും ഇല്ലായിരുന്നു ഞങ്ങൾക്കും ആ ട്രെയിനിലുണ്ടായിരുന്നവർക്കും. എന്നാ ചെയ്യും? താങ്ക്സ് പറ, താങ്ക് യു പറ. വീഴുന്നതും കൂടെ കിട്ടണം, ഇപ്പൊ രസമായിരിക്കും. പഴയ പോലൊന്നും അല്ല, പോകാഞ്ഞപ്പത്തേല് ബെർത്തയിലോട്ടൊന്നും കേറാൻ വയ്യാതായി. പിന്നെ ഈ ട്രെയിൻ പൊളിച്ചെടുക്കാൻ കുണ്ണായിട്ടില്ല, എന്താ മതിയോ? ബൈ ബൈ. ഞാന് ഇതിച്ച് പൊളിച്ചട്ടെ. എങ്ങനെയൊക്കെയോ പിടിച്ച് കിടത്തി ഉറക്കി. പിറ്റേ ദിവസം വെളുപ്പിനെ 5 മണി ആയപ്പോഴത്തേക്കും കുത്തിപ്പൊക്കി സ്ഥലം എത്താറായി. എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? ഉറങ്ങിയോ? സമക്കുവോ? അയ്യോ, അടുത്ത സ്റ്റേഷനാണ്, എത്താറായി. പതിവ് പോലെ എൻ്റെ അനിയത്തി ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. നേരെ ഞങ്ങൾ ഫ്ലാറ്റിലേക്കാണ് പോയത് അവരുടെ. ഏകദേശം ഒരു 1.5 വർഷം മുന്നെയാണ് ഞങ്ങളൊന്ന് വന്നു പോയത്. ഇപ്പോഴും എല്ലാം പഴയ പോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. നീ ഓർക്കുന്നുണ്ടോ ഇവിടെ വന്നേ? തലതകാല് വെച്ച് കയറി. കണ്ടോ, കുഞ്ഞേച്ചി ഓരോ സ്ഥലത്ത് പോയേന്റെയാ. നീ അതൊന്നും എടുത്ത് നശിപ്പിക്കാതെ, നമ്മുടെ വീട്ടിലെല്ലാം നശിപ്പിച്ചു വെച്ചേക്കുന്ന പോലെ കൊറേ എപ്പോഴും എടുത്തെടുത്ത് സെറ്റ് ചെയ്യും. എന്നാ പോവാന്നാ പറഞ്ഞേ? അണ്ടർ വാട്ടർ. നീ അണ്ടർ വാട്ടർ മുങ്ങി താഴ്ന്നാണ് ഈ കാട്. ക്ലിയർ ആയിക്കോട്ടെ. ഏതാണ്ടൊക്കെ അവള് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയും വലിയ പൂള് കാണുമ്പോ പിന്നെ നമ്മൾ ചാടാതിരിക്കത്തില്ലല്ലോ. അങ്ങനെ ചെറുക്കനെയും കൊണ്ട് പൂളിച്ചാടി
കുറച്ചു നേരം പൂളിൻ്റെ അകത്തൊക്കെ ചുറ്റിപ്പറ്റി നിന്നതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് സ്നോ വേൾഡ് കാണാനാണേ. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഹോം മെയ്ഡ് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയത് എൻ്റെ അളിയനും വിഭവ സമൃദ്ധമായ സദ്യ. അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വയറ് നിറയെ തിന്നിട്ട് ഞങ്ങൾ ദേ മഞ്ഞി കളിക്കാൻ വേണ്ടി പോവാ. പോയപ്പോൾ ഒത്തിരി പ്രതീക്ഷയോടെയാണ് പോയെങ്കിലും എല്ലാം ഫ്ലോപ്പ് ആവുകയായിരുന്നു കൂട്ടുകാരെ, എല്ലാം ഫ്ലോപ്പായി. സ്നോ സിറ്റി. ഇവിടെ ചെന്നാലും ആൾക്കാരെ കൊണ്ട് പൊറുതി മുട്ടിട്ടിരിക്കും. ഞാൻ എവിടെ പോവാ? ഇതുപോലെ മഞ്ഞിൽ കളിക്കാൻ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാലൊക്കെ നല്ല കവർ ചെയ്ത് ഫുൾ സോക്സും പാൻറ്റും എല്ലാം ഇട്ട് നല്ല കവർ ചെയ്ത് ഇച്ചിരി പോലും മഞ്ഞ് കയറാത്ത രീതി വേണം പോവാൻ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ പോകത്തേ ഉള്ളൂ. സ്നോ സിറ്റി ഇപ്പൊ വരും. അങ്ങോട്ട് പോണം. ചെന്ന് കയറിയപ്പോൾ നല്ല രസമായിരുന്നു കാണാനായിട്ടൊക്കെ. ഇച്ചിരി കഴിഞ്ഞ് അകത്തോട്ട് കയറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ മഞ്ഞൊക്കെ കാലിൻ്റെ അകത്തോട്ട് കയറാൻ തുടങ്ങി. അപ്പോഴത്തേക്കും പതുക്കെ ആശാൻ ഇച്ചിരി മൂഡ് ഔട്ടായി തുടങ്ങി. കാരണം കാലയിലോട്ട് തണുപ്പ് വീഴാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ആകെ അസ്വസ്ഥതയായി, കരച്ചിലായി, ബഹളമായി. പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു. ഞങ്ങൾ കൊച്ചുചേർക്കനെ അധികം മഞ്ഞിൻ്റെ അകത്തൊന്നും കളിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഇച്ചിരി നേരം അവിടെ ഉണ്ടായിരുന്ന കാറയിലും ബൈക്കിലും ഒക്കെ കയറ്റി ഇച്ചിരി ആശ്വാസം കൊടുത്ത് എന്തൊക്കെ മേളമായിരുന്നു. എന്റെ പ്രതീക്ഷകളൊന്നും ഇങ്ങനെയല്ലായിരുന്നു. സമയം പോയി. പക്ഷേ കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിട്ട് വന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ സെറ്റ് ആകുമായിരുന്നു. എന്തായാലും പോയി. അങ്ങനെ ഫുൾ ആ ഒരു എൻജോയ്മെൻറ്റ് കിട്ടാത്തതുകൊണ്ട് ചെറിയ വിഷമത്തോളം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ലേക്ക് കാണാൻ പോവാണ്. ഉൽസൂർ ലേക്കാണ് നമ്മൾ കാണാൻ പോയത്. പക്ഷേ അവിടെയും ഫ്ലോപ്പായിപ്പോയി. ഉൽസൂർ ലേക്ക് പൂട്ടിയിട്ടിരിക്കുമായിരുന്നു എന്തോ പണിയൊക്കെ കൊണ്ട്. അങ്ങനെ കിണർ കുടിച്ച് വെള്ളം ഉണ്ടാക്കുന്ന സ്ഥലം ബാംഗ്ലൂർ. ബംഗളൂരുവിനെ പുച്ഛിക്കുന്നു എന്നാണ് പറയാനുള്ളത്. ബാംഗ്ലൂരിലൊന്നും ആർക്കും ജീവിക്കാൻ എന്നെ പോലെ സുന്ദരകിലാടി വരണം. ഇവിടെ വെള്ളം ബാംഗ്ലൂരിലെ വെള്ളം മുഴുവൻ പറ്റിച്ച് കുറെ ടെക്കീസ് ഇവിടെ ജീവിക്കുന്നു. ഒന്നും പറയാനില്ല. വേണ്ട ഇതായിരുന്നു അപ്പോഴത്തെ ലേക്കിൻ്റെ അവസ്ഥ കേട്ടോ. ശോകം. ലേക്ക് ഇവിടെ പണി നടക്കുവാണ്, അതുകൊണ്ട് ലേക്ക് വെള്ളത്തിലായിരുന്നു. ലേക്ക് പോരായിരുന്നു. നോക്ക് ഉൾസൂർ ലേക്കിന്റെ അവസ്ഥ നോക്ക്. ശോകം തന്നെ. വളരെ പ്രതീക്ഷയോടെ വളരെ സങ്കടം തോന്നുന്നുണ്ട്. കുറെ JCB ഇൻസ്ട്രുമെന്റ്സും എല്ലാം കിടന്ന്
നമ്മള് കണ്ണ് മണ്ണിന്റെ നിറം കണ്ട് മടങ്ങുകയാണ്. സ്നോ സിറ്റിയോ പാളി. ഇവിടെ വന്ന് ഈ ലേക്കിന്റെ ഭംഗിയിലും ആസ്വദിക്കാൻ പറഞ്ഞാൽ അതും പാളി. എന്താന്നറിയില്ല, എന്തോ ഒരു ദോഷം കൂടിയിട്ടുണ്ട്. അത് ഇവര് ഇവിടെ കാല് കുത്തി അന്ന് തൊട്ട് ഇവിടെ വെള്ളം പോലില്ല. പറ്റുവാ, മരുഭൂമി ആവുക മാംഗ്ലൂര്. ഇവര് രണ്ടുപേരും കാരണം കുറെ ഐറ്റിക്കാര് വന്നു. ഞാനൊക്കെ 5-6 വർഷം മുമ്പ് വരുമ്പോ എന്ത് നല്ലതായിരുന്നു, തണുപ്പായിരുന്നു, എന്ത് മലകളായിരുന്നു, ബീച്ച് ബീച്ച് ആകപ്പാട് ഒരുപാട്. ബാംഗ്ലൂർ സിറ്റി എന്ന് പറഞ്ഞാല് എന്ത് നല്ല ആ സങ്കടത്തിൽ നേരെ വീട്ടിലെത്തി ഇച്ചിരി കഞ്ഞിയൊക്കെ കുടിച്ച് അങ്ങോട്ട് കിടന്നുറങ്ങി. അല്ലാതെ പെണ്ണെടുക്കാനാണ്. വീണ്ടും രാവിലെ എണീറ്റ് കഴിപ്പ് തന്നെ സ്ഥിരം പരിപാടി. പിന്നെ കുറച്ച് പരദൂഷണമൊക്കെ പറഞ്ഞിരുന്നു. നമ്മളിതുവരെ ബാംഗ്ലൂർ പാലസ് കണ്ടിട്ടില്ല. ബാംഗ്ലൂർ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും എപ്പോഴും കൂടുതലും മൈസൂരിലേക്ക് പോയി മൈസൂർ പാലസാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ബാംഗ്ലൂരിലൊരു പാലസ് ഉണ്ടായിട്ട് അത് ഇതുവരെ കണ്ടില്ലെന്ന് പറയുന്നത് മോശമായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ബാംഗ്ലൂർ പാലസിൽ പോകാമെന്ന്. അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണേ. ബംഗളൂരു പാലസാണ്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. സമയം 2:45. പക്ഷെ ഭയങ്കര കത്തി. 300 രൂപ പെർ പേഴ്സൺ. ഭയങ്കര കൂടുതല. ഓക്കെ, അതും ഈ ഇങ്ങനെ കാണാം. അണ്ടർ 10 years വേണ്ട. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഒരാൾ എന്നെ വിളിച്ച് ഫോട്ടോസ് എടുക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങേരെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ കുറച്ച് വീഡിയോസ് അവിടെ നിന്ന് പറ്റുന്ന പോലെയൊക്കെ എടുത്തു. പണ്ടത്തെ നായർ ഇത് അച്ചാച്ചന്റെ അമ്മൂമ്മയുടെ അമ്മൂമ്മയാണ്. കൊറോണ വന്ന് മരിച്ചുപോയി. അയ്യോ, രാജകുമാരനാണോ ഇവിടുത്തെ? ബാംഗ്ലൂർ പാലസിലെ രാജകുമാരനാണോ ഇത്? വിശന്ന് വലഞ്ഞു, ഇനി വല്ലതും തിന്നാം. ഇങ്ങനെയല്ല കടിച്ചിരുന്നത്. ഇങ്ങനെ വലിച്ചെടുക്കാങ്ങോട്ട് അങ്ങോട്ട് ഇട്. ഇവിടെ കൊടു. ഇതൂടെ തിന്നേ. മുറുക്കാനോ? അല്ല, അതേപോലെ ഇത് കൊള്ളാം കേട്ടോ. ഒന്നിനും കൊള്ളാത്തൊരു വൃത്തിയായിട്ട് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല. സീതാരാമയ്യ കണ്ടോ? കണ്ടു. എന്ത് ആ കുതിരയിരിക്കുന്നവൻ ഗോഡ്സ് വർക്ക്. അത് ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത്. ഗവൺമെന്റ് വർക്ക് ഈസ് ഗോഡ്സ് വർക്ക്. അടുത്ത നമ്മുടെ ലക്ഷ്യം ലാൽ ബാഗാണ്.
ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഇല്ല, പക്ഷെ ഒരു ലേക്ക് ഉണ്ട്. ഈ പുലിയും ഇതും ഒന്നും ഇരിക്കുന്ന കണ്ടിട്ട് നിനക്ക് മതിയായില്ലേ? നിനക്ക് സ്ലൈഡ് തന്നെ വേണമെന്നുണ്ടോ നിനക്ക്? എല്ലാ പാർക്കിലും സ്ലൈഡ് ഉണ്ടാവില്ല കുട്ടാ. ನಿನ್ನ ಕಂಗಳ ಬಿಸಿಯ ಹನಿಗಳು ನುರುಕತೆಯಾಯ ನಿವೇ ನಿನ್ನ ಪ್ರೇಮದ ನುಡಿಯ ಕೇಳಿ ನುರು ನೆನಪು ಮೂಡಿವೆ ಬೆಳ್ಳಿಯಂತೆ ಅಬ್ಬಿ ನಿನ್ನ ಆಸರೆಯಲ್ಲಿ ಬೆರೆತೆನು ನನ್ನ ತಾಯಿಯ ಪಾದದಾಣೆ ಬೇರೆಯೇ ನಾನು ಅರಿಯನು ನೀನು ನಕ್ಕರೆ ನಾನು ನಗುವೆ ಅತ್ತರೇನ ಅಳುವೆನು ನಿನ್ನ ಪ್ರೇಮದ ನುಡಿಯ ಕೇಳಿ ನೆನಪು ಮೂಡಿವೆ. നടന്നു പോണല്ലേ? ഇതെടുക്ക് ഞാൻ കുഞ്ഞിനോടെ ധൈര്യം നേരെ നടക്കണം. നടക്കടാ നേരെ. രണ്ടൊന്നും അല്ലടിയോ ഈ അറ്റം കൊണ്ട് ആ അറ്റം വരുമ്പോൾ തന്നെ. വെള്ളച്ചാട്ടം വെള്ളം താഴോട്ട് ചാടും, അതിന് വെള്ളച്ചാട്ടം എന്ന് പറയും. പിന്നെ താറാവ്, പിന്നെ കോഴി. നിന്റെ ഉപ്പൂപ്പ. ബാംഗ്ലൂർ സിറ്റിയുടെ നടുക്ക് ഇങ്ങനെ ഒരു ഏരിയ നല്ലതാണ്. നമ്മൾ ബിൽഡിങ് കണ്ട് മടുക്കുമ്പോൾ ഇവിടെ വന്ന് കുറച്ച് വെള്ളവും പച്ചപ്പും കാണും. ഈ പച്ചപ്പ് കണ്ട് മടുത്തിട്ട് വല്ല ബിൽഡിങ് കാണാൻ വേണ്ടി ഇങ്ങനെ ചേട്ടാ പിന്നെ പച്ച വെള്ളച്ചാട്ടം കൊണ്ട് കാണിക്കുന്നത് ഒരു ഓലി 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 അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളച്ചാട്ടം വാട്ടർഫോൾ. അളിയൻ ഏറ്റവും ഇഷ്ടം ബെഡ്. അത് കഴിഞ്ഞാൽ പിന്നെ അളിയന് വേറെ ചെറി ബ്ലോസംസ് ആണ്. അതെ അതെ ശരിയാ. നീ ജപ്പാനിൽ പോയില്ലെന്നുള്ള പരാതി 100 വർഷം വൈറ്റ് സിൽക്ക് കോട്ടൺ ട്രീ. നമുക്കൊന്നും പറ്റിയാത്ത നമ്മുടെയൊക്കെ പൂർവികർ ജനിക്കുന്നതിന് മുമ്പത്തെ മര തലമുറ കഴിഞ്ഞു. പോസ് ചെയ്യുവാണോ? എങ്ങനെ എടുക്കണ്ടേ? ഇങ്ങനെ നിന്ന് തന്നെ എടുത്താ മതിയോ? ഇതുപോലെയാണോ എടുക്കണ്ടേ? ശരിക്കൂ വല്ല പ്രാണിയും കടിക്കുവേ. ബാ വാ. കൊള്ളാവോ കുഞ്ഞായ? പാർക്ക് ഇഷ്ടപ്പെട്ടോ? ഒരു തുള്ളി പോലും ഇഷ്ടപ്പെട്ടില്ല. ഒരു കുന്തവും ഇല്ലാത്ത പാർക്ക്. ഈ ഒരു അലമ്പ് കൊച്ച ലാൽബാഗിൽ ഇങ്ങനത്തെ അലമ്പ് കൊച്ചുങ്ങളുണ്ട്. ഉണ്ടോ? ഉണ്ട് ഉണ്ടോ? ഉണ്ട്. ഞൊമ്മു ഞൊമ്മു. ആ ഞൊമ്മു അറിയാമോ? 3 പേരിരിക്കുന്നു ഒരേ ഓട്ടം. അതെ ഒരു സ്ഥലം കൂടെ ദിക്ക് ദിക്ക്. അങ്ങനെ കുറേ നേരം ആ പുല്ലിൻ്റെ അകത്ത് കിടന്നപ്പോഴത്തേക്കും ചൊറിയാൻ തുടങ്ങി. അപ്പോഴത്തേക്കും തിരിച്ച് എണീറ്റ് വീട്ടിൽ പോന്നു. എന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഹോട്ടലിലോട്ട് പോവാം. എന്തായാലും വരും കുറച്ച് അതിന്റെ പേരെന്തോ ലൈറ്റ് വന്നു. കുഴപ്പമുണ്ടോ?
തീർന്നു. 2 days ബാംഗ്ലൂർ ഷോർട്ട് ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ദാ ഇന്ന് നമ്മൾ തിരിച്ചു പോവുക. അതിന് മുന്നേ ഫ്ലാറ്റിന് താഴെയുള്ള സ്ലൈഡിൽ കൊണ്ടുപോയി കയറ്റാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെ സ്ലൈഡിൽ കയറിക്കൊണ്ടിരിക്കുക. ലാലിജി പറക്കുകയാണല്ലോ. മതി, ഒത്തിരി ആട്ടുണ്ട് കേട്ടോ. ലാലിജിയൊക്കെ ഇപ്പൊ താഴെ വീഴുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നിപ്പോ ഈ പാർക്കിൽ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഏത് സ്ലൈഡ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? റെഡ് ആണോ, ഓറഞ്ച് ആണോ, യെല്ലോ ആണോ? ഇച്ചിരി കറക്കക്കാരനാ അല്ലേ? വാവ്, നമ്മള് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോവാണ്. ഇന്ന് എവിടെയും പോയില്ല, ഇന്ന് ഫുൾ റിലാക്സിംഗ് ആയിരുന്നു. അപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് വൈകിട്ട് ഞങ്ങൾ പോവാണ്. അതിന് മുന്നേ ജസ്റ്റ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊക്കെ പോയി അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ നടത്തി. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കവറൊക്കെ എടുത്താ ഒരു കവറൊക്കെ കൊണ്ട് നടന്നത്. സൈസായി കേട്ടാ, പിടിക്കുമ്പോ അറിയാം. പണ്ടത്തെ പോലെ അല്ല, ബൈ ബൈ തേമാനെ.